ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി എന്താണ്, അതിലേക്കൊരു നെക്സ്റ്റ് ഒരു 14 ഡേയ്സിലേക്ക് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് 14 ഡേയ്സിൽ വരുന്നത് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന നെക്സ്റ്റ് 14 ഡേയ്സിൽ സംഭവിക്കാൻ പോകുന്നത്, എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് നോക്കാം. നെക്സ്റ്റ് 14 ഡേയ്സ് ആണ്, 2 ആഴ്ചക്കകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. സ്പ്രെഡ് ചെയ്തിട്ട് വയ്ക്കവേ. ഇത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 2 of Wands എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആശയം മനസ്സിൽ രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ നെല്ലും പതിലും തിരിയുക, അല്ലെങ്കിൽ മോർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ സീക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇതൊക്കെയാണ് 2 of Wands എന്ന് പറയുന്ന ഒരു എനർജി. ആ തീരുമാനം എടുത്ത് ഉറച്ചൊരു തീരുമാനം എടുക്കുക, അത് വേണോ ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതും, അതിനുശേഷം ആ കൺഫ്യൂഷൻ കോംപ്രമൈസായി അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതും സെർച്ച് ചെയ്യുന്നതുമായ ഒരു കാർഡാണ് 2 of Wands എന്ന് പറയുന്നത്. ഇത് ഒരു 2 ആഴ്ചയാണ് നമ്മൾ പറഞ്ഞത്. 14 വീക്സിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ നോക്കിയത്. അവിടെ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സെർച്ച് ചെയ്യുന്നത് 2 of Wands എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയുടെ കാർഡാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അതിൽ ഈ പോസ്റ്റസ് അപ്ലോഡ് ചെയ്യുമല്ലോ, ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പോസ്റ്റസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് കണ്ടിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ അയക്കുക, അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഒരു നൈറ്റോസ് മോഡ് എന്ന് പറയുന്നത് ഒരു വഴക്കാളി സ്വഭാവമാണ്. അപ്പോൾ അത്തരത്തിൽ അത് കണ്ടിട്ട് ഈ നമ്മളിടുന്ന പോസ്റ്റുകൾ കണ്ടിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മെസ്സേജുകൾ അയക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2 ഹീറോഫൻ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങളെ ചിലപ്പോൾ മാനസികമായിട്ട് സംഘർഷപ്പെടുത്താൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യുന്ന ഏതോ ഒരു കാര്യത്തിനെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞ് ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. ദെൻ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിൽ കൃത്യമായൊരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുന്നു, ഹാങ്ഡ്മാൻ്റെ എനർജി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ റിലേഷൻഷിപ്പിലൊരു വിക്റ്റിം ആയിരിക്കും, നിങ്ങൾ പെട്ടുപോയ ആളായിരിക്കും. നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനുണ്ടാവത്തില്ല, ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിരിക്കും. പക്ഷെ അയാൾ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അത് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇയാൾ ചില സമയത്ത് ഇയാളുടെ മനസ്സിൽ തന്നെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ തന്നെ നിങ്ങളിലേക്ക് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും എന്നാൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ ആ ഒരു സിറ്റുവേഷൻ അവിടെ എൻ്റെ പാവുന്നതായിട്ടാണ് കാണുന്നത്. ഇത് മോസ്റ്റ്ലി ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾ സോൾമേറ്റ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു 2 of Cups എനർജി ഉണ്ട്, ഒരു സോൾമേറ്റ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ ഒരു കോംപ്രമൈസിലേക്ക്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ യൂണിയനിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് പേരെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് പോകുന്ന കുറച്ച് പേരെ കാണുന്നുണ്ട്. അതായത് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, 2 of Cups വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു യൂണിയൻ കുറച്ച് പേർക്ക് പോസിബിൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ വീണ്ടും എംപററാണ്. അതായത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം നിങ്ങൾക്കിടയിലെ കോംപ്ലക്സിറ്റീസ് ആണ്. നിങ്ങൾക്കിടയിലാണ് ശരിക്കും പ്രശ്നം. മറ്റുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകൾ കൊണ്ടല്ല നിങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രശ്നമുള്ളത്. നിങ്ങൾക്കിടയിലെ കോംപ്ലക്സിറ്റീസും ഈഗോയും വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിലവിൽ ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ എംപറർ എന്ന് പറയുന്നത് ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുക, രണ്ടുപേരും ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഒരാൾ ഈഗോ വിട്ടിട്ട് വരുമ്പോൾ മറ്റേ ആൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ശ്രദ്ധിക്കാത്തൊരു എനർജിയാണുള്ളത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് 2 ദിക്കിലേക്ക് നോക്കിയിരിക്കുന്ന 2 വ്യക്തികളാണ്. ഈ എംപറർ ആണെങ്കിൽ ഇങ്ങോട്ടും, ക്വീൻ ഓഫ് വാൻഡ് ആണെങ്കിൽ അങ്ങോട്ടും നോക്കിയിരിക്കുന്ന എനർജിയാണ്. രണ്ടുപേരും ഭയങ്കര എനർജിയുള്ള, ഭയങ്കര പവറുള്ള, തീരുമാനങ്ങളിൽ വളരെ ബോൾഡായിട്ടുള്ള, ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും ഈഗോയിസ്റ്റുകളാണ്. രണ്ടുപേരും ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യരാണ്.
ഒക്കെ ശരിയാണ്. പക്ഷെ രണ്ടുപേരും രണ്ടിടത്തേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്രമൈസിലേക്ക് പോവുക എന്നതൊരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ പ്രശ്നം മറ്റുള്ളവരെ കൊണ്ടോ തേർഡ് പാർട്ടികളെ കൊണ്ടൊന്നുമല്ല. തേർഡ് പാർട്ടികളെ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായതും ബ്രോക്കൺ ആയതൊക്കെ. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് നടക്കുന്നില്ല, നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടൊരു ചേർച്ചയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈഗോ ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ടുപേരുടെ ഈഗോ വർക്ക് ചെയ്യുന്നതായിട്ട് രണ്ടുപേരും പരസ്പരം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ മാറി നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. പതുക്കെ തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിനുള്ളുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ബോട്ടം വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറില്ല എന്നുള്ളതാണ്. രണ്ടുപേർക്കും 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 2 പ്രയോറിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഈ പ്രയോറിറ്റിയെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു 14 ഡേയ്സിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ പുതിയൊരു ഗ്രോത്ത് വരുന്നതായിട്ട് കാണുന്നില്ല. ചില ആളുകൾക്ക്, വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഈ 2 ഓഫ് കപ്സും വേൾഡും വന്നിട്ടുണ്ട്. സക്സസ്ഫുൾ ആവുന്നതായിട്ടും കുറച്ച് പേരുടേത് അത് റിയൂണിയനിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ബാക്കി കുറേ ആളുകളുടേത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. പതുക്കെ വരത്തുള്ളൂ. വരും, പക്ഷേ സമയമെടുക്കും. പതുക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഈഗോ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായി നിൽക്കുന്നതെങ്കിൽ മാത്രം ഈ റിലേഷൻഷിപ്പ് റീഡിങ് നിങ്ങളുടേതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടുപോയി അതുകൊണ്ട് മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ് അല്ല എന്ന് വിചാരിക്കുക, വിട്ട് കളഞ്ഞേക്കുക. ഇനി ഇതുകൊണ്ടാണ് ഇപ്പോൾ അയാൾ വന്നാലും എനിക്കാണ് തീരുമാനം എടുക്കാൻ പറ്റാത്തത് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. കുറച്ച് പേർക്ക് റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്, എന്നാൽ മറ്റു കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ വലിയ ഗ്രോത്ത് ഉള്ളതായിട്ട് കാണുന്നില്ല. ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ രണ്ടുപേരും നിൽക്കുന്നതായിട്ട്, രണ്ടുപേരും ഈഗോയിസ്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ മറ്റുള്ള താൽക്കാലികമായിട്ടുള്ള സിറ്റുവേഷൻസ് ചുറ്റും ഉണ്ട്. അതുള്ള ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങളുടെ ഉള്ളിലെ കോംപ്ലക്സിറ്റീസ് തന്നെയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മി ഈ സോഷ്യൽ മീഡിയയുടെ പേര് പറഞ്ഞിട്ട് വഴക്കുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് അയാളുടെ പ്രവർത്തനം കണ്ട് നിങ്ങളും ചിലപ്പോൾ വഴക്കുണ്ടാക്കാനോ സ്റ്റാറ്റസ് ഇട്ടേക്ക് കണ്ടിട്ട് വേദനിക്കാനോ വിഷമിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒക്കെ പോകാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വരുന്ന ഒരു നെക്സ്റ്റ് 14 ഡേയ്സിൻ്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.